ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിമ്പിളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഞങ്ങളിന്ന് രാവിലെ പുറത്തേക്കൊന്ന് പോകാൻ റെഡി ആയപ്പോഴാണ് കേട്ടോ കുട്ടിക്ക് ചില ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഇല്ലയെന്ന് മനസ്സിലായത്. പോയി വന്നതിന് ശേഷം കുറച്ച് ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. ഞാൻ മോൾക്ക് ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ബാലൻസ് തുണി കൊണ്ട് ഇതുപോലെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ രണ്ട് കളറിലുള്ള തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ടും അതുപോലെ നമ്മുടെ നോർമൽ റബ്ബർ ബാൻഡ്, നമ്മൾ നോർമൽ ഹെയർ ബാൻഡ് എന്നൊക്കെ പറയില്ലേ, ഇത് ഉപയോഗിച്ചിട്ടും നമ്മൾ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഹെയർ ബാൻഡാണ്. ഇത് ഞാൻ ബാലൻസ് വന്നിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ ഞാൻ മോൾക്ക് എല്ലാ ഡ്രസ്സിനും ഈ രണ്ട് ജോഡി വീതം ഞാൻ ഇതുപോലത്തെ ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടാണെങ്കിലും നമ്മുടെ നോർമൽ ഹെയർ ബാൻഡ് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിലും രണ്ടിലും ആവശ്യമായിട്ടുള്ള തുണി സെയിം തന്നെയാണ് കേട്ടോ. ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് കളറുള്ള തുണിയിൽ ചെയ്ത് കാണിച്ചു തരാം. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് തുണികളും ഇതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെത്ര ലെങ്ത്തും എത്ര വിഡ്ത്തുമാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. തുണിയുടെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 20 ഇഞ്ചും അതുപോലെ തുണിയുടെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 4 ഇഞ്ചുമാണ്. ഈ സെയിം മെഷർമെൻറ്റിൽ തന്നെ ഞാൻ വേറൊരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും 20 ഇഞ്ച് വിഡ്ത്തും അതുപോലെ 4 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ഇലാസ്റ്റിക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ നമുക്ക് 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഏറ്റവും താഴെ നിന്നും മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. തുണി ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ നല്ല വശത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഹെയർ ബാൻഡ്, നമ്മൾ റബ്ബർ ബാൻഡ് ഇതുപോലെ ഒരു കോർണറിൽ കൂടെ ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡുകളും തുണി ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഏറ്റവും മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോരരുത്. നമ്മൾ നേരത്തെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മാർക്കിങ്ങിൽ നിന്നാണ് സ്റ്റിച്ച് തുടങ്ങേണ്ടത്. 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സ്റ്റിച്ചിട്ട് തുടങ്ങേണ്ടത്. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഉള്ളിൽ നിന്നും തുണി ഇതുപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡിലെയും തുണികൾ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ നിന്ന് തുണി ഇതുപോലെ വലിച്ചെടുത്താൽ മതി. ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ നേരത്തെ 2 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാർക്കിങ് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് നിർത്താം. കണ്ടില്ലേ, നമ്മുടെ മാർക്കിങ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ. അടുത്ത് നമുക്ക് തുണിയുടെ നല്ല സൈഡ് പുറത്തേക്ക് എടുക്കണം. അതിനായിട്ട് നേരത്തെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള സേഫ്റ്റി പിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് കടത്തി കൊടുത്തിട്ട് നമ്മൾ തുണിയുടെ നല്ല വശം പുറത്തേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. കൂടെ ഒന്ന് ലൈക്കും കമൻറ്റും ഫ്രണ്ട്സിനൊന്ന് ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഫ്യൂച്ചറിലിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നല്ല തുണി മൊത്തം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേഫ്റ്റി പിൻ അഴിച്ചു മാറ്റാം. അതിനുശേഷം എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. തുണി എവിടെയെങ്കിലും ചുരുണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മൊത്തത്തിലൊന്ന് വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാത്ത ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് രണ്ട് സൈഡിലെയും ഓപ്പൺ ഭാഗം ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിത് ഈ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വലിച്ചു കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൂചി നൂല് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ തുന്നിയെടുത്താലും മതി. ഞാനിപ്പോൾ മെഷീനിൽ വെച്ചിട്ട് കാണിച്ചു തരികയാണ്. ഇതുപോലെ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നോർമൽ ഇലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ചിട്ട് ഫാബ്രിക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ടുള്ള തുണി ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റോങ് സൈഡ് ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൈഡ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കി കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഇതൊന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നേരത്തെ പോലെ 2 ഇഞ്ച് ഗ്യാപ്പ് വിടണമെന്നൊന്നുമില്ല. ഏറ്റവും മുകളിൽ നിന്ന് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ നമുക്ക് ഏറ്റവും താഴെ വരെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത തുണിയുടെ നല്ല സൈഡ് പുറത്തേക്ക് എടുക്കുകയാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു സൈഡ് സേഫ്റ്റി പിന്ന് കുത്തിവെച്ച് നമ്മൾ തുണിയുടെ നല്ല സൈഡ് പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ സേഫ്റ്റി പിൻ ഉള്ളിലേക്ക് ഇതുപോലെ നീക്കി കൊടുത്ത് നമുക്ക് ഈ തുണിയുടെ നല്ല സൈഡ് പുറത്തേക്ക് എടുക്കാം. നല്ല സൈഡ് ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കൂടെ നമ്മളുടെ ഇലാസ്റ്റിക് കടത്തി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക് ഇതുപോലെ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടൊന്ന് പിൻ ചെയ്യുക. എന്നിട്ട് ഈ ഒരു തുണിയുടെ ഉള്ളിൽ കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് കൂടെ ഇതുപോലെ ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം നമ്മളുടെ സേഫ്റ്റി പിൻ അഴിച്ചു മാറ്റുക. എന്നിട്ട് നമ്മൾ 2 സൈഡിലെയും ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് 1-2 കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാലൻസ് വരുന്ന ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ബാലൻസ് പീസ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കുക കേട്ടോ. അടുത്തത് ഓപ്പൺ സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മറ്റേ സൈഡിലെ തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്നില്ലെങ്കിൽ നമുക്ക് മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നിയെടുത്താലും മതി. ഞാനിവിടെ ഇത് രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാലൻസ് ഉള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ബാൻഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കുമുള്ള ഹെയർ ബാൻഡ്സ്, അതായത് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഒക്കെ ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിയ ഹെയർ ബാൻഡ്, ചെറിയ ഹെയർ ബാൻഡൊക്കെ ചെയ്തെടുക്കാം. അതിനനുസരിച്ചുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്.
അതുവരയ്ക്കും എല്ലാവർക്കും താങ്ക്സ്.